നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. വിഴിഞ്ഞം ഉദ്ഘാടന ദിവസം കോവളം MLA M. വിൻസെന്റ് പുതുപ്പള്ളിയിൽ. വിഴിഞ്ഞം തുറമുഖം ഉമ്മൻചാണ്ടിയുടെ കഠിനാധ്വാനത്തിന്റെ ഫലമെന്ന് M. വിൻസെന്റ് MLA. പൊൻകുന്നം സ്വകാര്യ ബസ് സ്റ്റാൻഡിലെ കംഫർട്ട് സ്റ്റേഷന്റെ അറ്റകുറ്റപ്പണികൾ പുരോഗമിക്കുന്നു. 3 ആഴ്ചയ്ക്ക് ശേഷം തുറക്കും മിനി സിവിൽ സ്റ്റേഷനിൽ താൽക്കാലിക സംവിധാനം. മെയ് മാസത്തിലും കേരളത്തിൽ സാധാരണയിൽ കൂടുതൽ മഴ ലഭിക്കും. മാർച്ച്, ഏപ്രിൽ മാസങ്ങളിൽ കോട്ടയം ജില്ലയിൽ ലഭിച്ചത് 348 മില്ലിമീറ്റർ മഴ. ഭിന്നശേഷി കലാകാരന്മാർക്കായി സക്ഷമയുടെ നേതൃത്വത്തിൽ കലാമേള. സൂർസാഗർ കലാമേളയിൽ സജീവ പങ്കാളിത്തം. വാർത്തകൾ വിശദമായി. വിഴിഞ്ഞം തുറമുഖം ഉമ്മൻചാണ്ടിയുടെ കഠിനാധ്വാനത്തിന്റെ ഫലമാണെന്ന് പുതുപ്പള്ളിയിലെത്തിയ കോവളം MLA M. വിൻസെന്റ്. CPM വികസന കാര്യത്തിൽ രാഷ്ട്രീയം കണ്ട് അത് സ്വന്തം നേട്ടമാക്കി മാറ്റുന്നത് നാടിന് ഗുണകരമാകില്ലെന്നും M. വിൻസെന്റ് പറഞ്ഞു. വിഴിഞ്ഞം തുറമുഖത്തിന്റെ ക്രെഡിറ്റിനെ ചൊല്ലിയുള്ള തർക്കങ്ങളിടെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ കല്ലറ സന്ദർശിച്ച് കോവളം MLA M. വിൻസെന്റ്. വെള്ളിയാഴ്ച പുലർച്ചെ സ്ഥലത്തെത്തിയ MLA കല്ലറയിൽ പുഷ്പാർച്ചന നടത്തി. ചാണ്ടിയുമ്മൻ അടക്കമുള്ള നേതാക്കളും ഒപ്പമുണ്ടായിരുന്നു. വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തിന്റെ MLA ആയ വിൻസെന്റിന്റെ പുതുപ്പള്ളി സന്ദർശനത്തിലൂടെ സംസ്ഥാന സർക്കാരിന് രാഷ്ട്രീയമായ മറുപടി നൽകുകയാണ് കോൺഗ്രസ്. വിഴിഞ്ഞം തുറമുഖം ഉമ്മൻചാണ്ടിയുടെ കഠിനാധ്വാനത്തിന്റെ ഫലമാണെന്നും റോഡ് റെയിൽ കണക്ടിവിറ്റി ഇല്ലാതെയാണ് കമ്മീഷനിംഗ് ചെയ്യുന്നതെന്നും M. വിൻസെന്റ് MLA പറഞ്ഞു. തീർച്ചയായും പ്രതിപക്ഷ നേതാവിനെ ക്ഷണിക്കാതെ യഥാർത്ഥത്തിൽ അവഹേളിക്കുകയാണ് ഗവൺമെന്റ് ചെയ്തിട്ടുള്ളത്. മന്ത്രി പറയുകയാണ് അദ്ദേഹത്തെ ക്ഷണിക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചു എന്ന് മാധ്യമങ്ങളോട് പറയുന്നു. അടുത്ത ദിവസം പ്രതിഷേധം ഉണ്ടായപ്പോൾ അവിടുത്തെ ഏതോ ഒരു ജീവനക്കാരനെ വിട്ട് ഒരു കുറിപ്പ് അവിടെ കൊടുത്തുവിടുന്നു. മന്ത്രിക്ക് വിളിക്കാം, മുഖ്യമന്ത്രി നേരിൽ കണ്ടപ്പോൾ വിളിക്കാമായിരുന്നു, പറയാമായിരുന്നു. ഇതൊന്നും ചെയ്യാതെ വിളിച്ചു എന്ന് പറയുകയും എന്നാൽ വരാതിരിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുക്കുകയുമാണ് ചെയ്തത്. ഉമ്മൻചാണ്ടിക്ക് പ്രണാമം അർപ്പിച്ചു വേണം തുറമുഖം ഉദ്ഘാടനം ചെയ്യേണ്ടതെന്നും M. വിൻസെന്റ് കൂട്ടിച്ചേർത്തു. വികസന കാര്യത്തിൽ രാഷ്ട്രീയം കണ്ട് അത് നേട്ടം സ്വന്തമാക്കി മാറ്റുന്നത് CPMന് ഗുണകരമാകുമെങ്കിലും നാടിന് ഗുണകരമാകില്ലെന്നും M. വിൻസെന്റ് പ്രതികരിച്ചു. ചാണ്ടിയുമ്മൻ MLAയും മറ്റു നേതാക്കളും M. വിൻസെന്റ് MLAയ്ക്കൊപ്പം ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. പൊൻകുന്നം സ്വകാര്യ ബസ് സ്റ്റാൻഡിലെ കംഫർട്ട് സ്റ്റേഷൻ പുനരുദ്ധാരണത്തിന് ശേഷം 3 ആഴ്ച കഴിയുമ്പോൾ തുറക്കും. സെപ്റ്റിക് ടാങ്കിന്റെ അറ്റകുറ്റപ്പണികൾക്കായാണ് കംഫർട്ട് സ്റ്റേഷൻ അടച്ചത്. സമീപത്തുള്ള മിനി സിവിൽ സ്റ്റേഷനിൽ പകരം സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. ചിറക്കടവ് ഗ്രാമപഞ്ചായത്തിന്റെ വഴിയിടം പദ്ധതിയിൽപ്പെടുത്തി നിർമ്മിച്ച പൊൻകുന്നം സ്വകാര്യ ബസ് സ്റ്റാൻഡിലെ കംഫർട്ട് സ്റ്റേഷൻ അറ്റകുറ്റപ്പണികൾക്ക് ശേഷം 3 ആഴ്ചയ്ക്കുള്ളിൽ തുറക്കും. സെപ്റ്റിക് ടാങ്കിന്റെ തകരാർ പരിഹരിക്കുന്നതിനായി കംഫർട്ട് സ്റ്റേഷൻ അടച്ചിട്ട് 18 ദിവസങ്ങളായി. സെപ്റ്റിക് ടാങ്ക് പൊട്ടിയൊലിച്ച് മലിനജലം പുറത്തേക്ക് ഒഴുകുന്നത് തടയാനാണ് അറ്റകുറ്റപ്പണികൾ നടത്തുന്നത്. നിർമ്മാണ ജോലികൾ ദ്രുതഗതിയിൽ നടന്നുവരികയാണെന്നും 3 ആഴ്ച കൊണ്ട് അറ്റകുറ്റപ്പണികൾ പൂർത്തീകരിക്കുമെന്നും ചിറക്കടവ് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് CR ശ്രീകുമാർ പറഞ്ഞു. സമീപത്തെ മിനി സിവിൽ സ്റ്റേഷനിൽ സംവിധാനം ഒരുക്കിയിട്ടുണ്ടെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് കൂട്ടിച്ചേർത്തു. ശാശ്വതമായി പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി സേഫ്റ്റി ടാങ്ക് പൂർണ്ണമായിട്ടും പൊളിച്ച് മുഴുവൻ നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ച് പുതിയ സോഫ്റ്റ് പിറ്റ് നിർമ്മിച്ച് ശാശ്വതമായി പ്രശ്ന പരിഹാരത്തിന് വേണ്ടിയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ ദ്രുതഗതിയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. 3 ആഴ്ച കാലഘട്ടം കൊണ്ട് പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ച് പൂർവാധികം ഭംഗിയായി പൂർണ്ണമായിട്ടും പ്രവർത്തന സജ്ജമാക്കാൻ കഴിയുമെന്നുള്ള കാര്യം ഈ കാര്യത്തിൽ അറിയിക്കുകയാണ്. ബസ് സ്റ്റാൻഡിന് സമീപമുള്ള സിവിൽ സ്റ്റേഷനിൽ താൽക്കാലികമായി പകരം സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. പൊതുജനങ്ങൾ ദയവായി പകരം സിവിൽ സ്റ്റേഷനിൽ ഒരുക്കിയിരിക്കുന്ന ഈ പകരം സംവിധാനം ഉപയോഗിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ദിവസവും 100 കണക്കിന് യാത്രക്കാരാണ് പൊൻകുന്നം സ്റ്റാൻഡിൽ വന്നു പോകുന്നത്. കംഫർട്ട് സ്റ്റേഷന്റെ പ്രവർത്തനം നിലച്ചതോടെ യാത്രക്കാർ വളരെയധികം ദുരിതം അനുഭവിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. മെയ് മാസത്തിലും കേരളത്തിൽ സാധാരണയിൽ കൂടുതൽ മഴ ലഭിക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വേനൽ മഴയുടെ സീസണിൽ 37% മഴ കൂടുതൽ ലഭിച്ചെന്നും കാലാവസ്ഥാ വിഭാഗം പറയുന്നു. മാർച്ച് 1 മുതൽ ഏപ്രിൽ 30 വരെ കോട്ടയം ജില്ലയിൽ 348 മില്ലിമീറ്റർ മഴ ലഭിച്ചു. മെയ് മാസത്തിലും കേരളത്തിൽ സാധാരണയിൽ കൂടുതൽ മഴ ലഭിക്കാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. പകൽ ഉയർന്ന താപനില തുടരുമെന്നും പ്രവചനത്തിലുണ്ട്. വേനൽ മഴയുടെ സീസൺ 2 മാസം കഴിഞ്ഞപ്പോൾ 37% അധിക മഴ കേരളത്തിൽ പെയ്തു. മാർച്ച് 1 മുതൽ ഏപ്രിൽ 30 വരെ 140 മില്ലിമീറ്റർ വേനൽ മഴയാണ് പ്രതീക്ഷിച്ചത്. എന്നാൽ ഇത്തവണ 192 മില്ലിമീറ്റർ പെയ്തു. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ 53 മില്ലിമീറ്റർ മഴ മാത്രമാണ് ലഭിച്ചത്. 350 മില്ലിമീറ്റർ ലഭിച്ച പത്തനംതിട്ട ജില്ല
ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ മഴ പെയ്തത്. 348 മില്ലിമീറ്റർ മഴ ലഭിച്ച കോട്ടയമാണ് രണ്ടാം സ്ഥാനത്ത്. എല്ലാ ജില്ലകളിലും സാധാരണ ഈ കാലയളവിൽ ലഭിക്കേണ്ട മഴയേക്കാൾ കൂടുതൽ മഴയും ലഭിച്ചിട്ടുണ്ട്. ഏപ്രിലിൽ മാത്രം 20% മഴ പെയ്തു. മൊത്തത്തിൽ ലഭിക്കേണ്ടത് 106 മില്ലിമീറ്റർ മഴയാണ്. ഇത്തവണ 126.4 മില്ലിമീറ്റർ മഴയാണ് ഏപ്രിൽ മാസത്തിൽ മാത്രം പെയ്തത്. പത്തനംതിട്ടയിൽ 241 മില്ലിമീറ്ററും കോട്ടയത്ത് 227 മില്ലിമീറ്ററും മഴയാണ് ലഭിച്ചത്. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. കോട്ടയം ജില്ലയിലെ ഭിന്നശേഷിക്കാരായ കലാപ്രതിഭകൾക്കായി ഭിന്നശേഷി കലാമേള കോട്ടയത്ത് നടന്നു. സക്ഷമയുടെ നേതൃത്വത്തിലായിരുന്നു കലാമേള. ദിവ്യാംഗരുടെ ക്ഷേമത്തിനായി പ്രവർത്തിക്കുന്ന ദേശീയ സംഘടനയായ സക്ഷമയുടെ നേതൃത്വത്തിൽ ഭിന്നശേഷിക്കാരായ കലാകാരന്മാരുടെ കലാമേള കോട്ടയത്ത് നടന്നു. സക്ഷമയുടെ കലാവിഭാഗമായ കലാഞ്ജലിയാണ് സൂർസാഗർ 2025 എന്ന പേരിൽ കലാമേള സംഘടിപ്പിച്ചത്. രാവിലെ മൗണ്ട് കാർമൽ ഗേൾസ് ഹൈസ്കൂളിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA കലാമേള ഉദ്ഘാടനം ചെയ്തു. സ്വാഗത സംഘം വൈസ് ചെയർമാൻ CN രാജഗോപാൽ അധ്യക്ഷനായി. ചിത്രരചന, ലളിതഗാനം, പ്രസംഗം, മിമിക്രി, സിംഗിൾ ഡാൻസ് തുടങ്ങിയ ഇനങ്ങളിൽ കുട്ടികൾ സജീവമായി പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ കുറവ്. ഇന്നലെ പവന് ഒറ്റയടിക്ക് 1640 രൂപയാണ് കുറഞ്ഞത്. ഇന്ന് 160 രൂപ കുറഞ്ഞ് 70,040 രൂപയായി. ഗ്രാമിന് 20 രൂപ കുറഞ്ഞ് 8,755 രൂപയായി. 10 ദിവസത്തിനിടെ പവന് 4000-ലധികം രൂപയാണ് കുറഞ്ഞത്. സ്വർണ്ണവില 75,000 രൂപ കടന്ന് കുതിക്കുമെന്ന് തോന്നിപ്പിച്ച ഘട്ടത്തിലാണ് ഏപ്രിൽ 23 മുതൽ സ്വർണ്ണവില കുറഞ്ഞു തുടങ്ങിയത്. പ്രതിഷ്ഠാദിന മഹോത്സവത്തിനൊരുങ്ങി വെള്ളൂർ പൊന്നാരിക്കുളം വനദുർഗാ ദേവി ക്ഷേത്രം. മെയ് 4, 5, 6 തീയതികളിലാണ് ചടങ്ങുകൾ. പാമ്പാടി വെള്ളൂർ പൊന്നരിക്കുളം ശ്രീ വനദുർഗാ ദേവി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിന മഹോത്സവം മെയ് 4, 5, 6 തീയതികളിൽ നടക്കും. ക്ഷേത്രാചാരങ്ങളും വിവിധ കലാപരിപാടികളും കോർത്തിണക്കി പെരിഞ്ഞേരിമന വാസുദേവൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിലാണ് പ്രതിഷ്ഠാദിന മഹോത്സവം നടക്കുന്നത്. ദിവസവും രാവിലെ മുതൽ വൈകുന്നേരം വരെ ദേവി മഹാത്മ്യ പാരായണവും ഭാഗവത പാരായണവും നടക്കും. മെയ് 4-ാം തീയതി നടക്കുന്ന സാംസ്കാരിക സമ്മേളനത്തിൽ 3ാമത് പൊന്നരിക്കുളത്തമ്മ കലാരത്ന പുരസ്കാരം സമർപ്പണം പഞ്ചവാദ്യ കലാകാരൻ കലാപീഠം ജയപ്രകാശിന് സ്വാമി വിശുദ്ധാനന്ദ സമ്മാനിക്കും. കൂടാതെ പുതുതായി നിർമ്മിച്ച ആനക്കൊട്ടിലിന്റെ ഉദ്ഘാടനം ക്ഷേത്രം തന്ത്രി പെരിഞ്ഞേരിമന വാസുദേവൻ നമ്പൂതിരിപ്പാട് നിർവഹിക്കും. 3ാം ദിവസം രാവിലെ 6 മണി മുതൽ പ്രത്യേക പൂജകളും കലശപൂജകളും ബ്രഹ്മകലശാഭിഷേകവും നടക്കും. അന്നേ ദിവസം വൈകുന്നേരം ചെറുതൈക്കയിൽ മഹാദേവ ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച് അണ്ണാടിവയൽ ഗ്രാമറ്റം വഴി ക്ഷേത്രത്തിൽ താലപ്പൊലി ഘോഷയാത്ര എത്തിച്ചേരും. അന്ന് തന്നെ ക്ഷേത്രത്തിലെ പുതിയതായിട്ട് പണിതീർത്ത ആനക്കൊട്ടിലിന്റെ ഉദ്ഘാടനം ക്ഷേത്രം തന്ത്രി പെരിഞ്ഞേരിമന വാസുദേവൻ നമ്പൂതിരിപ്പാട് അവർ നിർവഹിക്കുന്നതും സാന്നിധ്യത്തിൽ സ്വാമി വിശുദ്ധാനന്ദ മഞ്ഞക്കാവ് ശ്രീരാമകൃഷ്ണാശ്രമം മറ്റക്കരെ അദ്ദേഹം എത്തുന്നതുമാണ്. ആനക്കൊട്ടിലിന്റെ ഉദ്ഘാടനം തന്ത്രി പെരിഞ്ഞേരിമന വാസുദേവൻ നമ്പൂതിരിപ്പാട് നിർവഹിക്കുകയും സ്വാമി വിശുദ്ധാനന്ദയുടെ സാന്നിധ്യത്തിലാണ് ഇത് നടക്കുന്നത്. വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് വിനോദ് കുമാർ മരുതുപ്പറമ്പിൽ, സെക്രട്ടറി വിജയകുമാർ, ജോയിന്റ് സെക്രട്ടറി സുഭാഷ് M എന്നിവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. ചിറക്കടവ് ഗ്രാമപഞ്ചായത്തിൽ 2025-26 സാമ്പത്തിക വർഷത്തെ വ്യക്തിഗത ഗുണഭോക്താക്കളെ തെരഞ്ഞെടുക്കുന്നതിനുള്ള ഗ്രാമസഭകൾ മെയ് 19 മുതൽ നടക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് CR ശ്രീകുമാർ അറിയിച്ചു. ചിറക്കടവ് ഗ്രാമപഞ്ചായത്ത് 2025-26 സാമ്പത്തിക വർഷത്തെ വ്യക്തിഗത ഗുണഭോക്താക്കളെ തിരഞ്ഞെടുക്കാനുള്ള ഗ്രാമസഭ 2025 മെയ് മാസം 19 മുതൽ ആരംഭിക്കുകയാണ്. ചിറക്കടവ് ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ ഗ്രാമസഭാംഗങ്ങളും അവരവരുടെ ഗ്രാമസഭകളിൽ പങ്കെടുത്ത് അർഹമായ ആനുകൂല്യങ്ങൾക്ക് വേണ്ടിയുള്ള അപേക്ഷ മുൻകൂട്ടി തന്നെ
ഗ്രാമപഞ്ചായത്തിൽ എത്തിച്ചു നൽകണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. തൃക്കൊടിത്താനം മഹാദേവ ക്ഷേത്രത്തിൽ 5ാമത് അഖില ഭാരത പാണ്ഡവീയ മഹാവിഷ്ണു സത്രം മെയ് 10 മുതൽ നടക്കും. കിഴക്കേടം ഹരിനാരായണൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിലാണ് സത്രം. തൃക്കൊടിത്താനം മഹാദേവ ക്ഷേത്രത്തിൽ അഖില ഭാരത പാണ്ഡവീയ മഹാവിഷ്ണു സത്രം മെയ് 10 മുതൽ 17 വരെ നടക്കും. കിഴക്കേടം ഹരിനാരായണൻ നമ്പൂതിരിയും പറളി ശ്രീകാന്ത് ശർമ്മയും സത്രാചാര്യന്മാരായാണ് അഖില ഭാരത പാണ്ഡവീയ മഹാവിഷ്ണു സത്രം ക്ഷേത്രത്തിൽ നടക്കുന്നത്. മെയ് 4 വൈകുന്നേരം 3:30 സത്രവേദി സമർപ്പിക്കും. മഹാരാഷ്ട്ര ഗവർണർ CP രാധാകൃഷ്ണൻ ഭദ്രദീപം തെളിയിച്ച് ഉദ്ഘാടനം ചെയ്യും. അന്ന് വൈകുന്നേരം 4:30 പെരുന്ന തൃക്കണ്ണാപുരം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നിന്നും സത്രശാലയിൽ പ്രതിഷ്ഠിക്കുന്നതിന് 5 ക്ഷേത്രങ്ങളിൽ നിന്നുമുള്ള പഞ്ചദിവ്യ ദേശപ്രതിഷ്ഠാ വിഗ്രഹങ്ങൾ ഘോഷയാത്രയായി സത്രശാലയിലേക്ക് എഴുന്നള്ളും. മെയ് 11 രാവിലെ 8 മണിക്ക് 3000-ലധികം അമ്മമാർ പങ്കെടുക്കുന്ന മഹാനാരായണീയം നടക്കും. നരസിംഹ ജയന്തി ദിനമായ അന്നേ ദിവസം രാവിലെ 6 മഹാനരസിംഹ ഹോമം നടക്കും. 50-ൽ പരം ബ്രാഹ്മണ ശ്രേഷ്ഠർ ഹോമത്തിൽ പങ്കെടുക്കുമെന്ന് ക്ഷേത്രം ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഈ സത്ര ചടങ്ങുകൾക്ക് സമാരംഭം കുറിച്ചുകൊണ്ട് സത്രം നടക്കുന്ന സത്രശാലയുടെ നിർമ്മാണം ഇപ്പോൾ പൂർത്തിയായി വരികയാണ്. ആ സത്രശാലയുടെ പൂർത്തിയായ വേദിയും സത്രശാലയും 4-ാം തീയതി ഈ വരുന്ന 4-ാം തീയതി 3:30 മണിക്ക് മഹാരാഷ്ട്ര ഗവർണർ ശ്രീ CP രാധാകൃഷ്ണൻ ഭദ്രദീപം തെളിച്ച് സമർപ്പിക്കുന്നതാണ്. മെയ് 12 രാവിലെ 9 മുതൽ സത്രവേദിയിൽ അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മിഭായി തമ്പുരാട്ടി പ്രഭാഷണ പരമ്പരയ്ക്ക് തുടക്കം കുറിക്കും. എല്ലാ ദിവസവും വൈകുന്നേരം 8 മണി മുതൽ ക്ഷേത്രകലകളും ഉണ്ടായിരിക്കും. 17-ാം തീയതി വൈകുന്നേരം 7 കൂടിപ്പിരിയലോടുകൂടി സത്രം സമാപിക്കും. കോട്ടയത്ത് നടന്ന വാർത്താ സമ്മേളനത്തിൽ സത്രസമിതി ചെയർമാൻ B രാധാകൃഷ്ണ മേനോൻ, ജനറൽ കൺവീനർ വിനോദ് G നായർ, സജികുമാർ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. ഓൾ കേരള കാർപ്പന്റർ അസോസിയേഷൻ കോട്ടയം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മെയ്ദിന റാലിയും സമ്മേളനവും നടത്തി. കോട്ടയം കളക്ടറേറ്റ് പടിക്കൽ നടന്ന പരിപാടി സംസ്ഥാന പ്രസിഡന്റ് വിനോദ് രാജ് ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സെക്രട്ടറി സന്ദീപ് PS ലഹരി വിരുദ്ധ സന്ദേശം നൽകി. ജോയിന്റ് സെക്രട്ടറി മനോജ് എരുമേലി, ജില്ലാ സെക്രട്ടറി ജയചന്ദ്രൻ ഞാലിയാകുഴി, ജില്ലാ പ്രസിഡന്റ് വിനോദ് പള്ളിക്കത്തോട്, അനീഷ്, ബാബു കുമരകം, സാബു ചിറക്കടവ് തുടങ്ങിയവർ പങ്കെടുത്തു. തൊഴിലില്ലായ്മ പരിഹരിക്കാനും ലഹരി വിരുദ്ധ നാട് എന്ന ആശയം എല്ലാവരിലും എത്തിക്കാനും തൊഴിലാളി പ്രസ്ഥാനങ്ങൾ ഒന്നിക്കണമെന്നും യോഗം ആവശ്യപ്പെട്ടു. പാലാ നഗരത്തിലെ പ്രധാന റോഡിൽ നിന്നും ജനറൽ ആശുപത്രി കെട്ടിടം വരെയുള്ള റോഡ് വീതി കൂട്ടി നവീകരിക്കുന്നു. ബജറ്റിൽ 2 കോടി രൂപ ഇതിനായി അനുവദിച്ചിട്ടുണ്ട്. നഗരത്തിലെ പ്രധാന റോഡിൽ നിന്നും പാലാ ജനറൽ ആശുപത്രിയുടെ പുതിയ കെട്ടിടം വരെയുള്ള റോഡ് വീതി കൂട്ടി നവീകരിക്കുന്നതിന് ടെൻഡർ നടപടികൾ ആരംഭിച്ചു. കഴിഞ്ഞ ബജറ്റിൽ 2 കോടി രൂപ ഇതിനായി അനുവദിച്ചിരുന്നു. ഈ തുക വിനിയോഗിച്ച് നവീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനുള്ള എസ്റ്റിമേറ്റാണ് പൊതുമരാമത്ത് റോഡ് വിഭാഗം തയ്യാറാക്കിയിരിക്കുന്നത്. ജനറൽ ആശുപത്രി ജംഗ്ഷൻ മുതൽ പുത്തൻപള്ളിക്കുന്ന് വരെ ഉള്ള ദൂരത്താണ് റോഡ്. ഇതിൽ ജംഗ്ഷൻ മുതൽ ആശുപത്രിയുടെ പുതിയ കെട്ടിടം വരെയുള്ള 150 മീറ്ററോളം ഭാഗം വീതി കൂട്ടി നവീകരിക്കുന്നതിനായിട്ടാണ് തുക വിനിയോഗിക്കുന്നത്. പൊതുമരാമത്ത് വകുപ്പിന്റെ തുടർ നടപടികൾ ലഭിച്ചാൽ ടെൻഡർ നടപടികൾ തുടങ്ങാം. എന്നാൽ പാലാ ജനറൽ ആശുപത്രിയിലേക്ക് നഗരത്തിലെ പ്രധാന റോഡുകളിൽ നിന്നും സുഗമമായി എത്തിച്ചേരാൻ ലക്ഷ്യമിടുന്ന നവീകരണ പദ്ധതിക്ക് നടപടികളില്ല. ബൈപ്പാസിൽ പുത്തൻപള്ളിക്കുന്നിൽ നിന്നും ഏറ്റുമാനൂർ പൂഞ്ഞാർ സംസ്ഥാന പാതയിൽ ആശുപത്രി ജംഗ്ഷനിൽ സമാപിക്കുന്ന റോഡ് ലിങ്ക് റോഡ് പദ്ധതി എന്ന പേരിൽ വീതി കൂട്ടി നവീകരിക്കുന്നതിനാണ് 2015 ഭരണാനുമതി ലഭിച്ചത്. നിലവിൽ ആശുപത്രി ജംഗ്ഷനിൽ നിന്ന് ആരംഭിക്കുന്ന റോഡ് ഇടുങ്ങിയതാണ്. റോഡ് പൂർണ്ണമായും വീതി കൂട്ടി നവീകരിക്കുകയാണെങ്കിൽ ബൈപ്പാസ് റോഡിൽ നിന്നും ആശുപത്രിയിലേക്ക് സുഗമമായി എത്തുവാൻ സാധിക്കും. ഇതിനായി 50ഓളം പേരുടെ സ്ഥലം ഏറ്റെടുക്കേണ്ടി വരും. പ്രധാന റോഡിൽ നിന്നും ആശുപത്രി കഴിഞ്ഞുള്ള ഭാഗത്ത് കുത്തനെയുള്ള കയറ്റമാണ്. വാട്ടർ അതോറിറ്റി ഓഫീസ്, ഹോമിയോ ആശുപത്രി തുടങ്ങിയവയെല്ലാം ഇവിടെയാണ് പ്രവർത്തിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പാലാ. അറിയിപ്പ്. കൊല്ലം ഇൻഡസ്ട്രിയൽ ട്രിബ്യൂണൽ സുനിത വിമൽ റോയ് മെയ് 5, 12, 19, 26 തീയതികളിൽ കോട്ടയത്തെത്തും. തൊഴിൽ തർക്ക കേസുകളും എംപ്ലോയീസ് ഇൻഷുറൻസ് കേസുകളും എംപ്ലോയീസ് കോമ്പൻസേഷൻ കേസുകളും വിചാരണ നടത്തും. കോട്ടയം നാഗമഠം കെൽട്രോൺ നോളജ് സെന്ററിൽ മെയ് 6, 7 തീയതികളിൽ വനിതകൾക്കായി ഡിപ്ലോമ ഇൻ മോണ്ടിസോറി ടീച്ചർ ട്രെയിനിംഗ് കോഴ്സിന്റെ സൗജന്യ വർക്ക്ഷോപ്പ് നടത്തുന്നു. പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യണം. വിവരങ്ങൾക്ക് ഫോൺ 9072 592416. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വിഴിഞ്ഞം ഉദ്ഘാടന ദിവസം കോവളം MLA M. വിൻസെന്റ് പുതുപ്പള്ളിയിൽ. വിഴിഞ്ഞം തുറമുഖം ഉമ്മൻചാണ്ടിയുടെ കഠിനാധ്വാനത്തിന്റെ ഫലമെന്ന് M. വിൻസെന്റ് MLA. പൊൻകുന്നം സ്വകാര്യ ബസ് സ്റ്റാൻഡിലെ കംഫർട്ട് സ്റ്റേഷന്റെ അറ്റകുറ്റപ്പണികൾ പുരോഗമിക്കുന്നു. 3 ആഴ്ചയ്ക്ക് ശേഷം തുറക്കും മിനി സിവിൽ സ്റ്റേഷനിൽ താൽക്കാലിക സംവിധാനം. മെയ് മാസത്തിലും കേരളത്തിൽ സാധാരണയിൽ കൂടുതൽ മഴ ലഭിക്കും. മാർച്ച്, ഏപ്രിൽ മാസങ്ങളിൽ കോട്ടയം ജില്ലയിൽ ലഭിച്ചത് 348 മില്ലിമീറ്റർ മഴ.
ഭിന്നശേഷി കലാകാരന്മാർക്കായി സക്ഷമയുടെ നേതൃത്വത്തിൽ കലാമേള, സൂർസാഗർ കലാമേളയിൽ സജീവ പങ്കാളിത്തം. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.